ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ എല്ലാവരും ചേച്ചിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ തെമ്മല വരെ പോവാണ് കേട്ടോ. പിള്ളേർക്ക് തെമ്മല പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് നാളായി പോയിട്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ടൊന്ന് പോവാന്ന് വെച്ചേ. അങ്ങനെ നമ്മൾ തെമ്മല എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഡാം കാണാൻ കയറുന്നതിന് നമുക്ക് 10 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. കൊച്ചുങ്ങൾക്കൊക്കെ 5 രൂപയും. തിരുപ്പൊടി പിള്ളേർക്ക് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ അവിടെ കയറിയപ്പോഴത്തേന് നമ്മുടെ കുട്ടന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ഇഷ്ടം പോലെ ശരിക്കും നമ്മുടെ മങ്കീസ് ആണ് കേട്ടോ. കുരങ്ങന്മാരുടെ നാടാണ് കേട്ടോ തെമ്മല. അങ്ങനെ അവിടെ മൊത്തം കുരങ്ങന്മാരുടെ ഒരു ശല്യമായിരുന്നു കേട്ടോ. പേടിച്ചാണ് കൊച്ചുങ്ങൾക്ക് പേടിയായിരുന്നു കേട്ടോ. കാരണം നമുക്കൊന്നും കയ്യിലൊന്നും പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഉടനെ അത് തട്ടിപ്പറിക്കാൻ വേണ്ടി അതോ ഓരോ കുരങ്ങന്മാരുടെ അവരിങ്ങനെ അതിന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തൂക്കി അതിന്റെ പള്ളക്കിട്ടേക്കുന്ന കാണണം കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ മനുഷ്യര് പോലും അങ്ങനെ ചെയ്യാറില്ല. അത്രയ്ക്ക് ഇതായിട്ടാണ് അവർ ആ കുഞ്ഞുങ്ങളെ കെയർ ചെയ്തുകൊണ്ട് നടക്കണേ. ഇപ്പൊ നമ്മുടെ മനുഷ്യരുടെ കാര്യം പറഞ്ഞാൽ തന്നെ പെറ്റിട്ട് കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് പോകുന്ന അമ്മമാരാണ് ഇപ്പൊ ഒരുപാട് നമ്മുടെ ലോകത്തിലുണ്ടല്ലോ. പക്ഷെ അവരെ ഈ കുരങ്ങന്മാരെ കണ്ടുപഠിക്കണമെന്ന് ഞാൻ പറയും. അത്രയ്ക്ക് ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തെമ്മല ഡാമിലെത്തി. ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോവാട്ടോ. സ്റ്റെപ്പ് കയറുന്നത് ഒക്കാത്ത കാര്യം. അയ്യോ, എനിക്ക് തോന്നുന്നു 10-200 സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു കയറാൻ. അപ്പുറത്തൂടെ വേറെ വഴിയുണ്ട്. ഞങ്ങൾ കയറി പോകുന്നുണ്ടപ്പം 2 ചേച്ചിമാര് ഞങ്ങളോട് നല്ല വാക്ക് പറഞ്ഞ ഈ സ്റ്റെപ്പ് കയറണ്ട, അപ്പുറത്തൂടെ പോയാൽ മതിയെന്ന്. ഞങ്ങളപ്പോൾ ഇത് കയറി അടങ്ങുമെന്നുള്ള തീരുമാനത്തിൽ കയറി വന്നു. പക്ഷെ ഒരു കുറച്ച് സ്റ്റെപ്പ് കയറിയപ്പോഴത്തേന് ചതഞ്ഞേന്നായിപ്പോയി കേട്ടോ. അതാണ് മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ ആയിപ്പോയി. പിന്നെ മേളിൽ കയറി വന്ന ഉടനെ നമുക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യ. അങ്ങനെ പിന്നെ അവിടെ നോക്കിയപ്പോൾ കണ്ടിട്ട് ഒരു ചേട്ടനും ചേച്ചിയും കൂടെ നോക്കി ഇങ്ങനെ സോഡ നാരങ്ങ വെള്ളമായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ അതൊന്ന് കുടിച്ചിട്ട് പോകാന്ന് വെച്ചേട്ടോ. സൂക്ഷിച്ചും കണ്ടുമൊക്കെ കുടിച്ചോണം, അല്ലെങ്കിൽ സോഡയാണ് ഗ്ലാസ് ആണ് എന്നൊന്നും നമ്മുടെ കുരങ്ങന്മാർ നോക്കത്തില്ല കേട്ടോ. അത് തട്ടിപ്പറിച്ചോണ്ട് അതിന്റെ പാട്ടിന് പോകും കേട്ടോ. അവിടെ മൊത്തവും കുരങ്ങന്റെ അതിന്റെ ദേശമാണെന്ന് തോന്നുന്നു തെമ്മലേന്ന് പറഞ്ഞത്. അതിന്റെ നാടാണെന്ന് തോന്നുന്നു. മൊത്തവും കുരങ്ങന്റെ ശല്യമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ സോഡ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നടപ്പ് തുടങ്ങി കേട്ടോ. പിന്നെ ഇതിൻ്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പാസ് എടുത്ത് വരുമ്പോഴേ അവർ പറയും ഫോട്ടോയൊന്നും എടുക്കാൻ പാടില്ല എന്ന്. പക്ഷെ എന്നാലും എന്ത് ചെയ്യാനാണ്, നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു ഫോട്ടോയെങ്കിലും എടുക്കാതിരിക്കാൻ പറ്റുമോ? ആരാണത് എടുക്കാത്തത്? എന്തായാലും ചെറിയ ഓരോ ക്ലിപ്പൊക്കെ നമ്മളും എടുത്തിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും ഇത്രയുള്ള നല്ലൊരു വ്യൂ ഒക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാതെ പോകുന്ന ആരാണോ ഉള്ളതല്ലേ? അങ്ങനെ ചെറുതായിട്ടൊക്കെ നമ്മൾ ഒന്ന് പകർത്തിയെടുത്തിട്ടുണ്ടല്ല.
വെള്ളത്തിലോട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മുടെ 2 നല്ല നല്ല സുന്ദരി കുട്ടന്മാർ മീനുകൾ അതിൻ്റെ മേളിൽ ഇങ്ങനെ വെള്ളത്തിന് മേളിൽ വന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കുകയാണ് 2 പേര് കേട്ടോ. നല്ല ബ്ലാക്കിൻ്റെ അകത്ത് എന്തോ പുള്ളി ഇങ്ങനെയുള്ള 2 നല്ല സൂപ്പർ 2 മീനുകൾ. ഞങ്ങൾ കുറച്ച് നേരം അതിനെയൊക്കെ നോക്കി നിന്ന് കേട്ടോ. അവിടെ നിന്ന് നോക്കിക്കേ എന്തോരം വ്യൂ ആണ് നോക്കിക്കേ, നല്ല രസമാണ് അവിടെ നിന്ന് നോക്കാൻ ഇങ്ങനെ കേട്ടോ. എന്തോ നല്ല നല്ല ഒരു ഭംഗിയാണ് അവിടെ കാണാൻ കേട്ടോ. അതൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താണ് അതൊക്കെ നോക്കിയതിന് പിന്നെ നമുക്ക് എന്തേലും ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ മാംഗോ ബാറും ചോക്കോ ബാറും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പൊന്നിൻ്റെ കയ്യിൽ നിന്ന് മങ്കി വന്ന് മാംഗോ ബാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് സമയത്തേക്ക് അവൾക്ക് എന്തോ ഒരു വല്ലായത്ത് പോലായിരുന്നു. കാരണം അതിൻ്റെ അവിടെ കൈ കൊണ്ടപ്പോഴത്തേനും ഒക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ.